السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين لا عدوان إلا على الظالمين. نحمده ونسلم على محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കുടുംബജീവിതത്തിൽ നമ്മൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓരോന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വച്ചെടുത്തു നിന്നാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾക്ക് വലിയ പ്രതിഫലവും വലിയ ഫിത്നക്ക് ശക്തമായ ശിക്ഷയും അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളിൽ പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യന് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സംസാര വൈഭവത്തെക്കുറിച്ച് പറഞ്ഞു. റബ്ബ് നൽകിയിട്ടുള്ള ആ അനുഗ്രഹം വലിസാനം വശഫതൈൻ, നിങ്ങൾക്ക് ഒരു നാവും രണ്ട് ചുണ്ടുകളും നൽകിയിട്ടില്ലേ എന്ന്. ഏറ്റവും ധാരാളമായി അതിനെ ഉപയോഗപ്പെടുത്തുന്നവർ ഒരു ആണുങ്ങളെടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്ന സമയത്ത്, ഒരു ഫോൺ വന്നാൽ, മക്കളൊന്ന് വിളിച്ചാൽ, ഭാര്യയുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് അവർ ഫോൺ കട്ടാക്കും. കൂടുതലൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടാവുകയില്ല. അതേ സ്ഥാനത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംസാരിക്കുന്ന ദിവസത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശരാശരി 7000 വാക്കുകളാണ് അവർ സംസാരിക്കുന്നത്. രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലണയുമ്പോഴേക്ക് ആ വാക്കുകൾക്കപ്പുറവും ഒരു പുരുഷൻ സംസാരിച്ചിട്ടുണ്ടാകും. എന്നാൽ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 14,000-ഓളം വാക്കുകൾ സംസാരിക്കുവാനുള്ള ശേഷി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ തേടിയെത്തുന്ന ഫോൺ കോളുകളിലും നമ്മളുടെ അയൽപക്കങ്ങളിലും മറ്റും ആരോടൊക്കെ സംസാരിക്കുവാൻ അവസരം കിട്ടുമോ ഈ വാക്കുകളൊക്കെ സംസാരിച്ചു തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രവണതയാണ്. അള്ളാഹു ആ രൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നാവെന്ന് പറയുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുകയും അറിയുകയും അതിനെ ഉപയോഗിക്കേണ്ടുന്ന രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ഈ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമൽ അറിയിച്ചു തരണം. അഖ്ബിർനി ബഅമലിൻ യദ്ഖുലിനൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വയുബാഇദുനി അനിന്നാർ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന ശ്രേഷ്ഠമായ കർമ്മങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ ചോദിച്ചിരിക്കുന്നത് സഅൽത അൻ അളീമിൻ, ബൃഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആ കാര്യം ചെയ്യുക എന്നുള്ളത് വഅന്നഹു യസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള എളുപ്പമാക്കി തന്നിട്ടുള്ളവർക്കല്ലാതെ ആ കാര്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല.
ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ച്, അർക്കാനുകളെക്കുറിച്ച്, അതിൻ്റെ ഷആയിറുകളെക്കുറിച്ച് അറിയിച്ചു കൊടുത്തതിന് ശേഷം പറയുകയാണ്, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി വഉമൂദിഹി വദർവതി സനാമിഹി. അതിൻ്റെ ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായി നാം പുലർത്തിപ്പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും അതൊക്കെ നമ്മളിൽ തന്നെ സംക്ഷിപ്തമായി കൊണ്ട് നമുക്ക് തന്നെ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായി തീരുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു കൊടുത്തുകൊണ്ട് ഫഅഖദ ബിലിസാനിഹി, തൻ്റെ നാവ് പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുഫ് അലൈക ഹാദാ, നീ ഈ നാവിനെ നിയന്ത്രിക്കണം എന്നും. ആ സന്ദർഭത്തിൽ മുആദ് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം കൊണ്ട് നാളെ പരലോകത്ത് ഞങ്ങൾ തടയപ്പെടുമോ, ഞങ്ങൾക്ക് അതിനു വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറയുകയാണ്, സഖിൽതുക ഉമ്മുക യാ മുആദ് വഹൽ യുകിബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം, മുഖങ്ങൾ കൊണ്ട് മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അത് അലാ മനാഹിരിഹിം അലാ ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അത് അവരുടെ നാവുകൾ അത് സമ്പാദിച്ചതിൻ്റെ ഫലമായി, കൊയ്തെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നരകത്തിൽ അധികം ആളുകളും ആപതിക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ധാരാളം കാര്യങ്ങൾ, അത് ഒരുപക്ഷെ കളവുകൾ കടന്നു വരുന്നുണ്ടാകും. നാളെ പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ശഫാഅത്തുൽ ഉളമയുടെ ആ ചരിത്രം, ആ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അതാ ആദം നബി അലൈഹിസ്സലാം മുതൽ മറ്റു അമ്പിയാക്കന്മാരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ശുപാർശ ചെയ്യുമോ, അള്ളാഹുവിൻ്റെ ഖലീലാണല്ലോ താങ്കൾ എന്ന്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ടുള്ള കോപം കോപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റബ്ബിനോട് സംസാരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പ്രബോധന രംഗത്ത്, പ്രബോധന വീതിയിൽ ജനങ്ങളെ സംസ്കരിക്കുന്നിടത്ത് തൗഹീദിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആ സൂര്യനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് എൻ്റെ റബ്ബ് എന്ന്. അതസ്തമിച്ചു പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അല്ല, അസ്തമിച്ചു പോകുന്നത് എൻ്റെ റബ്ബാവുകയില്ല എന്ന്. അത് രാത്രിയാകുമ്പോൾ ചന്ദ്രനെ കാണിച്ചു കൊടുത്ത് അതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. അല്പസമയം അദ്ദേഹത്തിൽ ആ കളവ് ശേഷിക്കുകയാണ്. അത് അസ്തമിച്ച സന്ദർഭത്തിൽ അതല്ല എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. ഒരു ഉത്സവത്തിന് വേണ്ടി വിളിച്ച സമയത്ത് ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ കളവുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതിന് പേരിൽ ഇന്ന് ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ സംസാരിക്കുവാൻ അയോഗ്യനല്ല. ആ വിഷയത്തിൽ എന്നോട് എന്ത് നിലപാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ 200 വർഷക്കാലത്തോളം ജീവിച്ചിട്ടുള്ള ആ മഹാരഥൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എണ്ണിപ്പറയാവുന്ന 3-4 കളവുകളാണ് എങ്കിൽ, അതും ഒരു കളവായിട്ട് നാം അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും എത്രമാത്രം കളവുകൾ, ഒരു 25 സെക്കൻഡ് നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേക്കും അതിലേക്ക് എത്രമാത്രം കളവുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസതിയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ഒരു കുട്ടിയെ വിളിക്കുകയാണ്, ഒരു ഉമ്മ വിളിക്കുകയാണ്, മോനെ ഇങ്ങോട്ട് വാ എന്ന്, നിനക്കൊരു സാധനം തരാമെന്നാണ് പറയുന്നത്. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നു, അവൻ ഇങ്ങോട്ട് വന്നാൽ അവന് കൊടുക്കാൻ നിന്റെ പക്കൽ എന്താണുള്ളത് എന്ന്, നിന്റെ പക്കൽ എന്താണുള്ളത് എന്ന്. ഞാനൊരു കാരക്ക കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ ആ സമയത്ത് അത് നീ കരുതിയിട്ടില്ല എങ്കിൽ നീ കളവ് പറയിപ്പിക്കുകയാണ് മക്കളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മെ ഒരു ചെറിയ കളവിൽ നിന്ന് ആരംഭിച്ച് ആ കളവ് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി 100 കളവുകളും മറച്ചുവെക്കലുകളിലൂടെ അവസാനം നമ്മെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സംസാരങ്ങളിൽ കടന്നു വരുന്ന ഓരോ പാപങ്ങളെയും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ആ
ആരാണ് ഈ ഉമ്മത്തിലെ മുഫ്ലിസ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പാപ്പരായിട്ടുള്ളവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ നോമ്പ് നോറ്റ് നമസ്കരിച്ച് രാത്രി നമസ്കാരം നിർവഹിച്ച് എല്ലാ സൽക്കർമ്മങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിട്ട് മറ്റുള്ളവരെ അവരെ അപമാനിക്കുന്നതിൽ, അവരെക്കുറിച്ച് കളവ് പറയുന്നതിൽ, ഇല്ലാത്തത് പറയുന്നതിൽ, അല്ലെങ്കിൽ ഉള്ളത് തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് അങ്ങ് ഉഷാറാക്കിയിട്ട് ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംസാരങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നതിനെ നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ പറയുകയാണ്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വയൗമി ശൈറിക്കും ഹാദാ. ഈ മാസത്തിന്റെ, ഈ ദിവസത്തിന്റെ, ഈ മണ്ണിന്റെ പവിത്രതയേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു വ്യക്തിയുടെ അഭിമാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ ആ പരിശുദ്ധമായ ഹറമിന്റെ, ആ പരിശുദ്ധമായ അറഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ആ കഅബയുടെ നാട്ടിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ആ വദാഇന്റെ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കഅബയെ കാണിച്ചുകൊണ്ട് നിന്നെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക സന്നിധിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു, സഫിയ റളിയല്ലാഹു അൻഹയെ ഒരു കുറിയവൾ, ആ കുറിയവളാണോ നിങ്ങളെ തടഞ്ഞു നിർത്തിയത് എന്നുള്ള ഒരു വാക്ക് പ്രയോഗിച്ച സമയത്ത് ലൗ മുസിജത്ത് ലിഹാദിൽ, ഈ വാക്ക് ഇത് കടലിൽ അത് കലക്കിയിരുന്നുവെങ്കിൽ ലമസജതുഹു, ആ കടൽ കടങ്ങിപ്പോകുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷക്ക് തിരുത്തുന്നുണ്ട് എങ്കിൽ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ, അവരുടെ ഒരു ഷോട്ടാണ് എന്ന രൂപത്തിൽ അവരെ ഒരു അർത്ഥപ്രയോഗം വെച്ച സന്ദർഭത്തിൽ ആ വാക്കിനെ കടലിലെ വെള്ളത്തിൽ കലക്കിയാൽ ആ കടൽ മുഴുവൻ മലീമസമാകുവാൻ ആ വാക്ക് മതി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തുന്ന പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഇസ്രാഇന്റെ യാത്ര നടത്തി മിഅ്റാജിൽ ആകാശത്തിലേക്ക് കയറിപ്പോയ സന്ദർഭത്തിൽ ധാരാളം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിലൊരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷയെ, അങ്ങ് അനുഭവിക്കുന്ന ആ യാതനയെ കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, വഹഉലാഇൽ ഖൗം, ആ ജനവിഭാഗം ഏതാണ്? അവരുടെ നഖങ്ങൾ അത് ചെമ്പുകൾ കൊണ്ടുള്ളതാണ്, എന്നിട്ട് മുഖങ്ങൾ വാരി വലിക്കുകയാണ്, അത് മാന്തിക്കീറുകയാണ്, മാറിടങ്ങൾ മാന്തിക്കീറുന്നു. അവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ യംഷി ബിൻ നമീമ, അവർ നമീമത്തുകളുമായി നടന്നവരാണ്, മറ്റുള്ളവരുടെ ഈബത്തുകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടന്നിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്കെന്തവകാശമാണ്? നമുക്കൊരു പക്ഷേ നമ്മുടെ പോരായ്മകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാകുന്നുണ്ടാവുകയില്ല. ധാരാളം കുറ്റങ്ങളുമായി നോ മാൻ പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്, ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനായിട്ട് നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടില്ല. കുല്ലു ഇബ്നു ആദം ഖത്താഊൻ, എല്ലാ ആദമിന്റെ സന്തതികളും എല്ലാവരും കുറ്റങ്ങൾ ചെയ്യുന്നവരാണ്, കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പോരായ്മകളെയെല്ലാം മറച്ചു വെക്കുന്നവരാണ്. മറച്ചു വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന്. അല്ലാഹു നാളെ പരലോകത്ത് നമ്മുടെ പോരായ്മകളെയും നമ്മുടെ കുറ്റങ്ങളെയും അത് മറച്ചു വെച്ചുകൊണ്ട് വിചാരണയുടെ സമയത്ത് മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നമ്മെ നാറ്റിക്കാതിരിക്കണമെന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകളെ മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഗീബത്ത് എന്ന്, മറ്റുള്ളവരുടെ കുറവുകൾ പറയുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നാം പറയുന്ന കാര്യങ്ങൾ അത് അവരിലുള്ളത് തന്നെയാണ്, ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരാളുടെ കുറ്റം അത് ഓൻ ചെയ്തതാണ്, അവരിലുള്ള ദുസ്വഭാവമാണ്, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നീ ഇല്ലാത്തതാണ് പറയുന്നത് എങ്കിൽ അത് ബുഹ്താനാണ്, അത് അവൻ്റെ പേരിൽ ഇല്ലാത്ത കളവ് കെട്ടിച്ചമച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അറിയുന്നില്ല. മറ്റുള്ളവരുടെ രണ്ടാൾ കൂടി സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാള് അതുവരെ നമ്മുടെ കൂടെ
കൂടെ ഇരുന്നതായിരിക്കും. അവരങ്ങ് എഴുന്നേറ്റ് പോകുമ്പോൾ അവരെക്കുറിച്ചായിരിക്കും നമുക്ക് സംസാരിക്കണ്ടാവുക. അത്രയും അവരുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് എത്ര സ്നേഹത്തോടുകൂടി സംസാരിച്ചവരാണ് പിരിഞ്ഞു പോകുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലേക്ക് പിശാച് കടന്നു വരുന്നതിന് സൂക്ഷിക്കണം. പിശാച് ആദ്യമായി ആ സ്വർഗത്തിൽ ആദമിനെ അല്ല വഞ്ചിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഹവ്വയുടെ അടുക്കൽ ചെന്ന് വാസ് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇതാ നീ ആ പഴം കഴിച്ചു നോക്ക്, നിനക്ക് ഏറ്റവും സുന്ദരമായി ഇവിടെ താമസിക്കാൻ ഏറ്റവും സുന്ദരമായ അനുഭൂതികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആദമിനോട് ആ വസ്വാസ് പറഞ്ഞുകൊണ്ട് ആ ആദമിനോട് ഹവ്വ വന്ന് പറയുകയാണ്, ഞാനിതാ ആ പഴം തിന്നു, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനത് കഴിച്ച സന്ദർഭത്തിൽ വലം യദുറുനി, എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, നിങ്ങളൊന്നും കൂടി തിന്നു നോക്കി എന്ന് പറഞ്ഞിട്ട് ആദമിനെ കൂടി വഴിപിഴപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഹവ്വയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിലും ഏറ്റവും നല്ല രൂപത്തിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഓർമ്മയില്ലാതിരിക്കുക, മറന്നുപോകുക എന്നുള്ളത് ഒരു സ്വാഭാവികമാണ്. കൊടുത്തതും പഴയ കണക്കുകളും കാര്യങ്ങളും ഒന്നും അവർക്കറിയുകയുണ്ടാവില്ല, ചെയ്തതും ഒന്നും അവർ ഓർത്തു വെക്കാറില്ല. പലപ്പോഴും അതൊക്കെ പലതും ഓർമ്മിച്ച് കുടുംബത്തിലെ ബന്ധങ്ങൾക്ക് ശിഥിലമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിച്ച് തലണമന്ത്രങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലി ഖൈർ ഔ ലിയസ്മുത്, നീ ഒന്നുകിൽ പറയുകയാണ് എങ്കിൽ ഞാനിതിവിടെ പ്രയോഗിച്ചിട്ട് ഞാനിതിവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ, അതല്ല ഞാനിത് പറഞ്ഞതുകൊണ്ട് അത് ദോഷമാണോ, എനിക്ക് ഈ ലോകത്തും ഞങ്ങളുടെ ഏറ്റവും നല്ല ബന്ധങ്ങൾക്കിടയിൽ ശിഥിലമുണ്ടാക്കുന്നതിനാണോ ഇത് സാധിക്കുന്നത് എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കേണ്ടതുണ്ട്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ആ വൈലെന്ന താഴ്വര അല്ലതി തത്വലു അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅസദ, അടപ്പുകൾ ഇട്ടുകൊണ്ട് നാറുല്ലാഹിൽ മൂഖദ, ശക്തമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകം ആർക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി പറയുന്നത്, കളിയാക്കി പറയുന്നവർ, കുറ്റപ്പെടുത്തി പറയുന്നവർ, കുത്തിപ്പറയുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവുകളെ നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുകയാണ്. ആ സന്ദർഭത്തിൽ പറയുകയാണ്, ഇന്നഹുമാ യുഅദ്ദിബാൻ, ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ്. ലാ യുഅദ്ദിബാനി ബികബീരിൻ, വലിയ വലിയ പാപങ്ങൾക്കിടെ പേരിലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവർ അതാ ഒരാൾ യംഷി ബിൻ നമീമ, ഒരാൾ ജനങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ ഫിത്നകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വാക്കുകൊണ്ട്, ആ വാക്ക് മതിയാവും ഒരു കുടുംബ ബന്ധത്തെ, ഒരു ജ്യേഷ്ഠാനുജ ബന്ധത്തെ, അതല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തെ, മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധത്തെ, അതിനെയൊക്കെ തകർത്ത് കളയാൻ നമ്മുടെ ഒരു ഇടപെടൽ മതിയാകും. അതേപോലെ തന്നെയാണ് ഒരു നല്ല വാക്ക് മതിയാകും ഒരു നല്ല കുടുംബ ബന്ധങ്ങൾ വളർന്നു വരുവാൻ. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ, ചില കാര്യങ്ങൾ അത് പറയാതിരുന്നാൽ നമ്മളങ്ങ് ഒതുക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ പൊട്ടിവരുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള ഫിക്റുകളാണ്, ചിന്തകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും വ്യാകുലതകളും ഭാവിയെക്കുറിച്ചുള്ള ആലോചിച്ച് മനുഷ്യൻ വ്യാകുലപ്പെടുന്ന ആ സന്ദർഭത്തിൽ മനസ്സിന് സമാധാനമുണ്ടാകുന്ന, മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ദിക്റുകളിലേക്ക് അള്ളാഹു നമുക്ക് കൂടുതൽ സംസാരിക്കുവാനുള്ള വൈഭവം നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് നാവും ചുണ്ടുകളും തന്നിട്ടുള്ളത്. മത്സ്യങ്ങൾ അതാ നമ്മുടെ അക്വേറിയങ്ങളിൽ നിന്ന്, നമ്മുടെ കടലുകളിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് നിരന്തരമായി അത് ശ്വാസമഴിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ വിശ്വാസിനികളെ നമ്മുടെ നാവുകളിൽ നിന്ന് നിരന്തരമായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ സിക്രില്ലാഹ്, അല്ലാഹുവെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നാവുകൾ പച്ചപ്പുള്ളതായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് കരുത്തുണ്ടാകുന്നത്. ആ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നീ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
അല്ലാഹു അക്ബർ എന്ന് നീ ചെല്ലണം എന്ന് ആ മഹദി ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? അവിടെ വന്നിട്ടുള്ള വേലക്കാരുണ്ട്, അവിടെ യുദ്ധത്തിൽ പിടിച്ചിട്ടുള്ള അടിമകളുണ്ട്, അവരെ ഒന്ന് എനിക്ക് സഹായത്തിന് വേണ്ടി അയച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ നിനക്ക്, ആ ഹാദിമിനേക്കാൾ നിനക്ക് നല്ലത്, ഏറ്റവും നല്ലത് നിനക്കിതാ ഈ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റുകൾ ചെല്ലുക എന്നുള്ളതാണ്. നാമൊക്കെ നമ്മുടെ ശാരീരികമായ വേദനകൾ, കാലിൻ്റെ വേദനകൾ, നമ്മുടെ പുറത്തിൻ്റെ വേദനകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. മനസ്സിന് സമാധാനം വേണമോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിരന്തരമായിട്ട് ദിവസം നമുക്ക് എത്ര സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം. ഒരു സ്വലാത്ത് നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് 10 നന്മകൾ അല്ലാഹു നമുക്ക് ചാർത്തിത്തരുകയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ പുറത്തു തരുകയും ചെയ്യും. സ്വർഗത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു ഉറഫുണ്ട്, ഒരു ഭവനമുണ്ട്. അതിൻ്റെ പുറത്തു നിന്ന് നോക്കിയാൽ അകത്ത് കാണാം, അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തു കാണാം. ആ സ്വർഗം, ആ സ്വർഗത്തിലെ ആ ഭവനം ആർക്കുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്, നാവിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു ലിമൻ താബൽ കലാമ, ഏറ്റവും നല്ല സുന്ദരമായ വാക്കുകൾ സംസാരിക്കുവാൻ ശ്രദ്ധിക്കുന്നവർക്കുള്ളതാണ് എന്ന്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കുടുംബത്തോടും അതേപോലെ സത്യവിശ്വാസികളോടും പറയുകയാണ്, നിങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഉൽ ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് അന്യരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ, പുരുഷന്മാരോട് സംസാരിക്കുന്ന സമയത്ത് കൊഞ്ചിക്കൊഴിഞ്ഞ് അവരെ ആകർഷിക്കുന്ന രൂപത്തിൽ അവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കണമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായ രൂപത്തിലാകട്ടെ നിങ്ങളുടെ വാക്കുകൾ എന്ന്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന നാവെന്ന അനുഗ്രഹം അതില്ലാത്ത ആളുകളുണ്ട്. പരലോകത്ത് അവർക്ക് വേഗത്തിൽ വിചാരണയ്ക്ക് നേരിടുവാൻ സാധിക്കും. ഈ നിഅമത്താകുന്ന അനുഗ്രഹം വലനബ്ലൂക്കും ബിൽ ഖൈരി വശ്ശർരി ഫിത്ന, ഫിത്ന കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് ഖൈറ് കൊണ്ടുമുണ്ട് ഷർറ് കൊണ്ടുമുണ്ട്. നമ്മൾ യാതൊരു പ്രയാസവുമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാവിനെ മയ്യൽമനുലി മാ ബൈന ലിഹിയതൈനി വമാ ബൈന റിജ്ലൈനി അൽമനു ലഹുൽ ജന്ന, നിങ്ങൾ ഈ 2 കാര്യങ്ങളെ, 2 എല്ലില്ലാത്ത അവയവങ്ങളെ എനിക്ക് ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ, അതിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി തരികയാണ് എങ്കിൽ, നാവിനെയും നിങ്ങളുടെ ഗുഹ്യാവയവത്തെയും നിങ്ങൾ സൂക്ഷിക്കുകയാണ് എങ്കിൽ സ്വർഗം കൊണ്ട് അല്ലാഹു നിങ്ങൾക്കിതാ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഗൗരവത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ കുറേ സംസാരിക്കേണ്ടതില്ല. മറ്റുള്ളവരോട് നല്ലത് പറയുവാനുണ്ടെങ്കിൽ നല്ലത് പറയുക, അല്ലാത്ത സന്ദർഭത്തിൽ ഇസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നാളെ പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഓരോന്നും സൽക്കർമ്മങ്ങൾ ഓരോന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ അൽ മർഅതു സവ്വാമ വൽ ഖവ്വാമ, രാത്രി മുഴുവൻ നമസ്കരിച്ച് അതേപോലെ തന്നെ പകൽ സമയം നോമ്പനുഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ നാവിൽ നിന്ന് അയൽവാസികൾ സുരക്ഷിതരല്ല എന്നുള്ളത് കൊണ്ട് ആ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ പറയുക. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹു തൃപ്തി അടഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.